students, today we will learn the basic constituents of matter, atom and molecule. Firstly, we will learn atom. Atom are defined as the basic building blocks of matter. The smallest constituent unit of matter that possesses the properties of the chemical element. Atom doesn't separate. Atom അഥവാ അണു പദാർത്ഥത്തിന്റെ അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ് ആണ് ആറ്റം അഥവാ അണു. ഒരു രാസമൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്നാൽ വിഭജിക്കാൻ സാധിക്കാത്തത് എന്നർത്ഥം. Then the representation of atom. Hydrogen atom, helium atom. The next topic is molecule. A group of two or more atoms is linked together by sharing electrons in a chemical bond or the combination of two or more atoms. അതായത് മോളിക്യൂൾ എന്നാൽ തന്മാത്ര എന്നർത്ഥം. രാസബന്ധനങ്ങളുടെ പരസ്പരമുള്ള ശക്തികളാൽ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന രണ്ടോ അതിൽ അധികമോ ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് തന്മാത്ര. The representation of molecule. H2 രണ്ട് ഹൈഡ്രജൻ ആറ്റം പരസ്പരം ചേർന്നിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ എക്സാമ്പിൾ Cl2O2. അപ്പോ ഈ ഭാഗം മനസ്സിലായില്ലേ? Then the difference between atom and molecule. ആറ്റങ്ങൾ തന്മാത്രകൾ അവയുടെ വേർതിരിക്കൽ. Firstly, atom. An atom is the smallest particle of an element. ആറ്റം ഒരു രാസമൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ്. Second one, atom does not exist in free state. ആറ്റങ്ങൾ സ്വതന്ത്രാവസ്ഥയിൽ നിലകൊള്ളുന്നില്ല. Third one, atoms are highly reactive. ആറ്റങ്ങൾ വളരെ പെട്ടെന്ന് പ്രതിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി നമ്മൾ ആറ്റത്തിന്റെ കമ്പാരിസൺ പറഞ്ഞു പോവുകയാണ്. The fourth one is atom does not have a chemical bond. ആറ്റങ്ങൾക്ക് രാസബന്ധനം ഇല്ല. Fifth one is atom consists of subatomic particles like protons, electrons and neutrons. Proton, electron, neutron എന്നീ അടിസ്ഥാന കണങ്ങൾ ചേർന്നതാണ് ആറ്റം. The sixth one is atoms cannot be separated into subatomic particles by chemical reactions. ആറ്റത്തെ അടിസ്ഥാന കണങ്ങളായി രാസപ്രവർത്തനങ്ങളിലൂടെ വേർതിരിക്കാൻ ആവില്ല. The seventh one is atoms are not stable alone. ആറ്റങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്ഥിരതയില്ല. അപ്പൊ ഇതൊക്കെയാണ് ആറ്റത്തിനെ പറ്റി പറയുന്ന comparisons. Then we move the comparison of molecule. തന്മാത്ര. A molecule is the smallest particle of an element or compound. And molecule is made of two or more atoms. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും ഗുണങ്ങളുള്ള ചെറു കണികയാണ് തന്മാത്രകൾ. ഇനി അടുത്തതായി പറയുന്നത് ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ രൂപകൊള്ളുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കാം. മോളിക്യൂൾ എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. തന്മാത്രകൾ സ്വതന്ത്രാവസ്ഥയിൽ നിലകൊള്ളുന്നു. തേർഡ് വൺ, മോളിക്യൂൾസ് ആർ ലെസ് റിയാക്റ്റീവ്. തന്മാത്രകളുടെ പ്രതിപ്രവർത്തന നിരക്ക് കുറച്ച് കുറവാണ്. നമ്മൾ മോളിക്യൂൾസിന്റെ കമ്പാരിസൺ പറഞ്ഞു പോവുകയാണ്. നാലാമത്തേത്
Molecules are held by chemical bonds. തന്മാത്രകൾ പരസ്പരം രാസബന്ധനങ്ങളാൽ ചേർന്നിരിക്കുന്നു. അടുത്തത് molecule consists of more than 2 atoms which can be either the same or different element. തന്മാത്രകൾ നിലകൊള്ളുന്നത് രണ്ടോ അതിലധികമോ ആറ്റങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരേപോലെയുള്ളതോ വ്യത്യസ്തങ്ങളോ ആയ മൂലകങ്ങളായിട്ടോ ആണ്. ആറാമത്തേത് molecules can be separated into atoms by chemical reactions. തന്മാത്രകളെ പ്രതിപ്രവർത്തനങ്ങളിലൂടെ ആറ്റമായി വേർതിരിക്കാൻ സാധിക്കും. ഏഴാമത്തേത് molecules are stable alone. തന്മാത്രകൾക്ക് ഒറ്റയ്ക്ക് സ്ഥിരതയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ?